ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാലോ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിനായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വൃത്തിയായി കഴുകി അരിഞ്ഞ് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ തരിയൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രൈൻഡ് ചെയ്തത്. അപ്പോൾ അടുപ്പത്ത് ഞാൻ പാൻ വെച്ചു. പാൻ ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ നെയ്യ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായതിന് ശേഷം ഈ ഗ്രൈൻഡ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പതുക്കെ ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല, പകരം പനം കർക്കണ്ടാണ് നമ്മളിതിൽ ചേർക്കുന്നത്. പനം കർക്കണ്ട് മധുരത്തിനനുസരിച്ച് നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് അലിയിച്ച് വെച്ചതിന് ശേഷം അരിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പനം കർക്കണ്ട് ചേർത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ക്യാരറ്റ് നെയ്യിലും പാലിലും ഈ പനം കർക്കണ്ടിൻ്റെ ആ ഒരു ഇതിലും ഒക്കെ കിടന്ന് നന്നായി വെന്ത് വരണം. ഇപ്പോഴേ ഏകദേശം ആയിട്ടുണ്ട്, എന്നാലും നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ കാഷ്നട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കാഷ്നട്ടൊക്കെ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി ഒന്ന് കുറുക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഹൽവ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.